ഓക്കെ, ഇതും നമ്പർ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. CHSL 2020 പ്രിലിംസിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു 6 ഡിജിറ്റ് നമ്പർ ഉണ്ട് 537 XY 5. ഇത് 125 വെച്ച് ഡിവിസിബിൾ ആണ്. 125 വെച്ച് ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, ഹൗ മെനി 6 ഡിജിറ്റ് നമ്പർ ആർ ദേ, എത്ര 6 ഡിജിറ്റ് നമ്പർ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി തരണമെങ്കിൽ തന്നെ നമ്മൾ ആലോചിക്കേണ്ട കേസ് ഈ 125ന്റെ മൾട്ടിപ്പിളിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലാദ്യം വരണം. ഓക്കെ, നിങ്ങൾ 125ന്റെ ഏത് മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് ഒന്നെങ്കിൽ 00 വരാം, അല്ലെങ്കിൽ 125 വരാം, അല്ലെങ്കിൽ 125ന്റെ അടുത്ത മൾട്ടിപ്പിൾ 250 വരാം, അല്ലെങ്കിൽ 125ന്റെ അടുത്ത മൾട്ടിപ്പിൾ എത്ര വരും, 375 വരാം, അല്ലെങ്കിൽ വീണ്ടും കൂട്ടുക 500, അല്ലെങ്കിൽ 675, അല്ലെങ്കിൽ 750. ഓക്കെ ഓക്കെ 625, സോറി 625, കൂട്ടിയൊരു മിസ്റ്റേക്കാണ്. 625, 750, 750, 875, ഇത്രയും പോസിബിലിറ്റീസേ വരുള്ളൂ. അതായത് നമ്മൾ 125ന്റെ ഏത് മൾട്ടിപ്പിൾ എടുത്താലും ശരി അതിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് ഇതായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നമുക്ക് 125 × 222 ചെയ്ത് നോക്കാം. അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ 27,750. ഞാൻ 125 × 22 ചെയ്തത്. ഇനി 125 × 18 നിങ്ങൾ ചുമ്മാ എടുത്ത് നോക്കാം. 125 × 18 ഞാൻ ചെയ്ത് നോക്കി. 125 × 18 നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആൻസർ വരുന്നത് 2250 വരും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ 125 × 10 ചെയ്ത് നോക്കിയാൽ 125 × 10 ചെയ്ത് കഴിഞ്ഞാൽ 1250 കിട്ടും. ഇനിയിപ്പോൾ 125 × 1001 ചെയ്ത് നോക്കാം. 125 × 1001 ചെയ്ത് നോക്കിയാൽ 125 എന്ന് പറഞ്ഞു കിട്ടും. അതായത് നിങ്ങൾ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഡിജിറ്റ് അല്ലാതെ, ഞാനിവിടെ എഴുതിയിരിക്കുന്ന അല്ലാതെ വേറൊരു സാധനം അവിടെ എക്സ്ട്രാ വന്നിട്ടില്ല, അല്ലേ? വേറൊരു സാധനം എക്സ്ട്രാ വന്നിട്ടില്ല ലാസ്റ്റ് 3 ഡിജിറ്റ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് 125ൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ പറയുന്ന അല്ലാതെ വേറെ വല്ലതും ഉണ്ടാകുന്നത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇവിടെ പറഞ്ഞിരിക്കുന്ന XY 5 ആണ്. നമുക്ക് ലാസ്റ്റ് 3 ഡിജിറ്റ് മതി, അല്ലേ? ലാസ്റ്റ് 3 ഡിജിറ്റ് മതി. ഓക്കെ, ഇത് ലാസ്റ്റ് 3 ഡിജിറ്റിന്റെ കാര്യം പറഞ്ഞത്. അത് 5ൽ അവസാനിക്കുന്ന. അപ്പൊ ഇതില്ല, ഇത് വരത്തില്ല, ഇത് വരത്തില്ല, ഇത് വരത്തില്ല. എന്താ വരാത്തെ? കാരണം ഇതിന്റെ എല്ലാം ലാസ്റ്റ് എത്ര, 0യിൽ അവസാനിക്കുന്ന. അങ്ങനെയാണെങ്കിൽ എത്ര അങ്ങനത്തെ 6 ഡിജിറ്റ് നമ്പർ വരും എന്നല്ല ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ 125 വരാം, 537 125 വരാം, അല്ലെങ്കിൽ 537 375 വരാം, അല്ലെങ്കിൽ 537 625 വരാം, അല്ലെങ്കിൽ 537 875 വരാം. എത്ര എണ്ണം വരും? എത്ര 6 ഡിജിറ്റ് നമ്പർ വരും? ആകെ 4 6 ഡിജിറ്റ് നമ്പർ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതായിരിക്കും അതിന്റെ ഫൈനൽ ആൻസർ. നമ്മൾ ചെയ്തത് ഒന്നുകൂടി പറഞ്ഞുതരാം. 125ന്റെ പ്രത്യേകത എടുക്കും. 125ന്റെ പ്രത്യേകത എന്താ? ഈ ഡിജിറ്റിലെ അവസാനിക്കുള്ളൂ. ഓക്കെ, ഈ ഡിജിറ്റിൽ അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ലാസ്റ്റ് 3 ഡിജിറ്റിന്റെ പ്രത്യേകത കിട്ടി. ഇവിടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് XY 5 ആണ് വരുന്നത്. അതായത് ലാസ്റ്റ് 5 വരണം. അപ്പൊ നമുക്ക് ഈ 0 ഉള്ള ഓപ്ഷൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, 0 ഉള്ള ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വന്നുകൊണ്ട് നമ്മൾ ആ 0 ഉള്ള എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി പോയിട്ട് 125 ഉണ്ട്, 375 ഉണ്ട്, 625, 875 ഉണ്ട്. ഇത് എല്ലാം മാത്രമേ വരാൻ പറ്റുള്ളൂ. അതായത് നിങ്ങളുടെ നമ്പർ 537 125 ആകാം, 537 625 ആകാം, 537 375 ആകാം, 537 875 ആകും. ഈ 4 നമ്പർ മാത്രമേ വരൂ. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്യുന്നത്.